സ്കൂട്ടർ തട്ടിപ്പ് കേസിൽ പ്രതിയായ അനന്തകൃഷ്ണന്റെ 3 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മൂവാറ്റുപുഴ പോലീസാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത്. ആഡംബര കാറിന് പുറമെ ഫാൻസി നമ്പറിനായും അനന്തകൃഷ്ണൻ ലക്ഷങ്ങൾ ചെലവഴിച്ചു. ജെയിനിസ് രാജു വിവരങ്ങളുമായി ചേർന്നു. ജെയിൻ, ഗുഡ് മോർണിംഗ്. ആഡംബര വാഹനങ്ങൾ നിരവധി വാങ്ങിക്കൂട്ടി, സ്വത്തുവകകൾ ഒരുപാട് വാങ്ങിക്കൂട്ടി. ഇതിനൊക്കെ പുറമെയാണ് ഈ നമ്പറുകൾ, ഫാൻസി നമ്പറുകൾക്കായും ലക്ഷങ്ങൾ ചെലവഴിച്ചത്. വിശദാംശങ്ങൾ എന്താണ്? ഏതൊക്കെ വാഹനങ്ങളാണ് ഇപ്പോൾ പിടിച്ചെടുത്തത്? മോത്തി 3 വാഹനങ്ങളാണ് ഇപ്പോൾ മൂവാറ്റുപുഴ പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത്. അതിൽ എൻ്റെ പിന്നിൽ കാണുന്ന ഇന്നോവ ക്രിസ്റ്റ അദ്ദേഹം ഈ അടുത്ത കാലത്ത് മേടിച്ച വാഹനമാണ്. അതിൻ്റെ നമ്പർ നോക്കിയാൽ കാണാം, KL 38 തൊടുപുഴ രജിസ്ട്രേഷനാണ്, 0001. അതായത് അത് ഏറ്റവും ഫാൻസി നമ്പറുകളിൽ ഏറ്റവും മൂല്യമേറിയ നമ്പറാണ് 1 എന്ന് പറയുന്ന നമ്പർ. ആ നമ്പർ കൂടി സ്വന്തമാക്കിയിട്ടുണ്ട്. ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടുണ്ടാവും ഈ നമ്പറിന് വേണ്ടി മാത്രം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും ടോപ്പ് മോഡൽ ഇന്നോവ ക്രിസ്റ്റ കാർ കൂടിയാണ് ുള്ളത്. ഇതിന് പുറമെ 2 വാഹനങ്ങൾ കൂടി മൂവാറ്റുപുഴ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അന്ന് ഒരു ടാറ്റയുടെ ടിയാഗോ ഇനത്തിൽപ്പെട്ട ഒരു കാറാണ്. അതിന് പുറമെ ഇലക്ട്രിക് മോഡലായിട്ടുള്ള ടാറ്റയുടെ തന്നെ EV മോഡലായിട്ടുള്ള നെക്സോണിൻ്റെ ഒരു കാറും കൂടിയുണ്ട്. ഈ 3 വാഹനങ്ങളാണ് ഇപ്പോൾ പോലീസ് പിടിച്ചിരിക്കുന്നത്. ഇതിൽ നെക്സോണിൻ്റെ EV കാറ് അത് അനന്തകൃഷ്ണൻ പിതാവിന് ഉപയോഗിക്കുന്നതിന് വേണ്ടി മേടിച്ചതാണ് എന്നുള്ളതാണ് നാട്ടുകാർ നമ്മളോട് പറഞ്ഞത്. ഇന്നലെ അവിടെ സ്ഥലത്ത് ചെന്നപ്പോഴും ആളുകൾ ഈ വാഹനങ്ങൾ മേടിച്ചതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ നെക്സോൺ മേടിച്ചത് പിതാവിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതായിരുന്നു നാട്ടുകാർ നൽകിയ ഒരു വിവരം. എന്തായാലും 3 വാഹനങ്ങളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ അനന്തകൃഷ്ണന്റെ തൊടുപുഴയിലെ അദ്ദേഹത്തിൻ്റെ വീട് കുടയത്തൂരിന് സമീപം ശങ്കരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ ശങ്കരപ്പള്ളിക്കും പരിസര പ്രദേശങ്ങളുമായിട്ട് ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ആ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പലതും ഒരു അഡ്വാൻസ് കൊടുത്തിടുക അല്ലെങ്കിൽ പാതി പണം കൊടുത്തിടുക മാത്രമാണ് ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അന്വേഷിച്ചപ്പോൾ ഒരാൾക്ക് ഏതാണ്ട് 50 സെൻറ്റ് സ്ഥലം അവിടെ മേടിച്ചിട്ടുണ്ട്. ഏതാണ്ട് 2 ലക്ഷം രൂപ സെൻറ്റിന് വീതമാണ് വില പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് അതിൻ്റെ മൊത്തം മൂല്യം എന്ന് പറയുന്നത് 1 കോടി രൂപ വരും. അനന്തകൃഷ്ണൻ നൽകിയിരിക്കുന്നത് 40 ലക്ഷം രൂപയാണ്. ആ 40 ലക്ഷം രൂപ നൽകിയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എഗ്രിമെൻ്റ് വയ്ക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കരാറുണ്ടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത്തരത്തിലാണ് അനന്തകൃഷ്ണൻ്റെ ഭൂമി ഇടപാട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റെവിടെയൊക്കെ ഭൂമിയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും ഇന്ന് അനന്തകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടക്കുക.